നമസ്കാരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുകയാണ്. കേന്ദ്ര നേതാക്കളടക്കം ഇപ്പോൾ കേരളത്തിൽ എത്തിച്ച് വലിയ പ്രചരണം നടത്തുകയാണ്. നിരവധി മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടം നടക്കുന്നുണ്ട്. കേരളം ഒന്നാകെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നേമം നിയോജക മണ്ഡലം. വലിയ പോരാട്ടം നടക്കുന്നു. BJPയും CPMഉം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലം. ആ നേമം മണ്ഡലത്തിൽ ആരാകും വിജയി, ആരാണ് നേമം എടുക്കുക എന്ന് ചോദിച്ചാൽ അതിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ പ്രീപോൾ സർവേകളുടെ കാലം കൂടിയാണ്. ഞങ്ങൾ നേമം മണ്ഡലത്തിൽ നടത്തിയ ഒരു പ്രീപോൾ സർവേ, ആ സർവേയുടെ ഫലം ഇപ്പോൾ പുറത്തുവിടുകയാണ്. ആരാണ് നേമം മണ്ഡലത്തിൽ വിജയിയാകാനുള്ള സാധ്യത? ഹരി, നമ്മളുടെ സർവേ പ്രകാരം ആരാണ് നേമത്ത് വിജയകിരീടം ചൂടുക? 55% പിന്തുണയോടുകൂടി നിയമത്തിൽ വിജയകിരീടം ചൂടാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണ് എന്നുള്ളതാണ് നമ്മുടെ സർവേയിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു വിവരം. അതായത് BJPക്ക് 55% വോട്ട്. തീർച്ചയായും 55% ഒരു പിന്തുണയാണ് നിയമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ ഒരു വലിയ സാഹചര്യത്തിലേക്കാണ് നിയമം മണ്ഡലം മാറുന്നത് എന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അത്തരത്തിൽ ഒരു ഭാഗത്തേക്ക് അതിൻ്റെ ഫലം മാറിക്കഴിഞ്ഞു എന്നത് തന്നെയാണ്. മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം നിഷ്പ്രഭരാക്കിക്കൊണ്ട് അപ്രസക്തരായിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കുതിപ്പ് തുടരുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നിയമത്തിൻ്റെ ഒരു ഗ്രൗണ്ട് സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം രണ്ടാം സ്ഥാനത്ത് എന്തായാലും ശിവൻകുട്ടി തന്നെയാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയായ UDFൻ്റെ സ്ഥാനാർത്ഥിയായ ശബരിനാഥ് ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ശബരിനാഥ് ഏറെ പിന്നിലേക്ക് പോയിരിക്കുകയാണ്, 3ാം സ്ഥാനത്ത് ഏറെ പിന്നിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കാം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് 55% വോട്ട് എന്ന് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് മണ്ഡലത്തിൽ. BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP ഏതാണ്ട് പോരാട്ടത്തിനൊടുവിൽ പരാജയപ്പെടുമ്പോൾ BJP പറയുന്നത്, അല്ലെങ്കിൽ BJP ആരോപിക്കുന്നത്, BJPക്കെതിരെ ഇടത് വലത് മുന്നണികൾ ഒന്നായി വോട്ട് ചെയ്തു, ക്രോസ് വോട്ടിംഗ് ആണ് BJPയുടെ പരാജയത്തിന് കാരണം എന്നാണ്. 55% എന്ന് കാണുമ്പോൾ നേമത്ത് ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യതയും ഇല്ലാതാകുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും 55% എന്ന് പറയുമ്പോൾ ക്രോസ് വോട്ടിങ്ങിലേക്ക്, എന്തെങ്കിലും തരത്തിലുള്ളൊരു ക്രോസ് വോട്ടിങ്ങിലേക്ക് പോയാൽ വീണ്ടും ശബരിനാഥിൻ്റെ സ്ഥിതി അധോഗതിയായി. ഇപ്പോൾ തന്നെ വളരെ പിന്നിലേക്കാണ് ശബരിനാഥിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അത് വീണ്ടും ഒരു ക്രോസ് വോട്ടിങ്ങിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയൊന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ധൈര്യം കോൺഗ്രസ് കാണിക്കും എന്ന് തോന്നുന്നില്ല. ഇനി അങ്ങനെ കാണിച്ചാൽ പോലും ഈ 55% എന്ന് പറയുന്ന ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വോട്ടിംഗ് പെർസെൻറ്റേജാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് നേമത്തെ ഒരു വിഷയം വിശകലനം ചെയ്യുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് BJP അവിടെ നേമം നിയോജക മണ്ഡലത്തിൽ, അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ രാജീവ് ചന്ദ്രശേഖർ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ 22,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. അതായത് അന്ന് 55% വോട്ട് BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചിരുന്നു. പിന്നീട് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ വീണ്ടും നേമം അസംബ്ലി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. പക്ഷേ ഈ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടായി. അതായത് എത്രമാത്രം BJPയുടെ ഭൂരിപക്ഷം കുറഞ്ഞാലും ആ വലിയ കുറവുണ്ടായിട്ടും വിജയത്തെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ വിജയത്തെ തടുത്തു നിർത്താൻ കഴിയില്ല എന്നാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും കാണിച്ചു തരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ സർവേ അനുസരിച്ച്, ഈ സർവേ അനുസരിച്ച് ഇതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും നേരെ തിരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇതിലേക്ക് നിയമമണ്ഡലം തിരിച്ചു പോവുകയാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖർ വരുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലേക്ക് തിരിച്ചു പോവുകയാണെന്നല്ലേ? തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ അവിടെ എത്തുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് ഷെയർ പഴയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ വോട്ട് ഷെയർ എന്ന രീതിയിലേക്ക് മാറുകയാണ്. പ്രത്യേകിച്ചും ഈ ടെക്കികളുടെ ഒരു വലിയ പിന്തുണ രാജീവ് ചന്ദ്രശേഖരനുണ്ട് എന്നാണ്. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ചില യുവാക്കൾ ചെന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് പലപ്പോഴായി ശ്രദ്ധയിൽപ്പെട്ടു. നമ്മൾ ന്യൂസൊക്കെ കവർ ചെയ്യാൻ പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കവർ ചെയ്യാൻ പോകുമ്പോൾ ഇത്തരം യുവാക്കൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടുന്നതായിട്ട് പലപ്പോഴായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ യുവാക്കളുടെ ഒരു വലിയ നിരയാണ് അദ്ദേഹത്തിന് വലിയ പിന്തുണയായിട്ട് ഉള്ളത്. മറ്റ് എല്ലാ
ഭാഗത്തു നിന്നുള്ള പിന്തുണയുണ്ടെങ്കിലും യുവാക്കളുടെ ഈ നിരയെ ഒരു കാരണവശാലും അത് ഒരുപക്ഷേ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ അവഗണിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ കൂട്ടത്തോടെ ഒരു തൊഴിലവസരത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു തൊഴിലവസരങ്ങളുടെ ഒരു ബൂം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് തങ്ങൾക്ക് അതായത് കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന, രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ മലയാളികൾക്കുണ്ട്. ആ അവസ്ഥയ്ക്ക് ഒരു കാര്യമായ വ്യതിയാനം സംഭവിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവോടുകൂടിയായിരിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു. അത് തന്നെ ആകാം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇനി മറ്റൊരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമൊക്കെ അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ശിവൻകുട്ടിയുടെ കാര്യത്തിലൊക്കെ ഇടപെടലുകൾ പലപ്പോഴും വളരെ മോശമായ തരത്തിലായിരുന്നു കാര്യങ്ങൾ. പിന്നെ ചില ഗിമിക്കുകൾ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു, അതും വലിയ പരാജയമായി. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് മൊണാലിസ വന്നപ്പോഴൊക്കെ ശിവൻകുട്ടിയുടെ ഒരു ഇടപെടൽ, അതിലൂടെ ഒരു പോക്സോ കേസ് തന്നെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ ആശാസ്യകരമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നേരെ മറിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ശരിയായ രീതിയിലല്ല കാര്യങ്ങൾ പ്രതിഫലിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാര്യം നമ്മുടെ ഈ സർവേ ലേറ്റസ്റ്റ് സർവേ ആണ്. നമ്മുടെ ഡേറ്റ കളക്ഷൻ നടന്നിരിക്കുന്നത് ഏറ്റവും അടുത്ത സമയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ FCRAയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം നമുക്കതിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചു. FCRAയുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടുത്തെ മണ്ഡലത്തിലെ നമ്മുടെ സാമ്പിൾ സൈസുമായി ചർച്ച ചെയ്യുമ്പോൾ അവർ ഇത് BJPക്ക് അനുകൂലമായ ഒരു രീതിയിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ്. കാരണം വി ശിവൻകുട്ടി അവിടെ ഒരു മന്ത്രിയാണ്. ഒരു മന്ത്രിയുടെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയാൻ LDF അവിടെ ബുദ്ധിമുട്ടുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അതിന് അവർ ഒരു മറുപടിയായി പറയുന്നത് കേന്ദ്ര അവഗണനയാണ്. കാരണം ഞങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, വികസന പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഞെരുക്കുന്നു, കേരളത്തിനെതിരെ ഒരു സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു പ്രതീക്ഷയും അതുതന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാരിൽ ചെന്ന് ചോദിച്ചു വാങ്ങാൻ കഴിവുള്ള, അല്ലെങ്കിൽ ഈ മണ്ഡലത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിൽ നിന്നും പദ്ധതികൾ നേടിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജീവ് ചന്ദ്രശേഖർ ടെക്നോക്രാറ്റാണ്, അദ്ദേഹം ടെക്നോളജിയിൽ വിദഗ്ധനാണ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം ഒരു സ്വയം ടാർഗറ്റ് സെറ്റ് ചെയ്ത് വളർന്നിരിക്കുന്നു. കഴിഞ്ഞ 18 വർഷമായി അദ്ദേഹം രാഷ്ട്രീയ രംഗത്തുണ്ട്. മാത്രമല്ല നിയോജക മണ്ഡലത്തിലേക്ക് വേണ്ടി ഏത് കേന്ദ്ര പദ്ധതിയും കൊണ്ടുവരാൻ കഴിവുള്ള ഒരു നേതാവാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന് ഇപ്പോൾ നിയമമണ്ഡലത്തിലെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മന്ത്രിക്ക് പോലും കഴിയാത്തത് അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിരിക്കുന്നു എന്ന് വോട്ടർമാർക്ക് ബോധ്യപ്പെട്ടതായി നമുക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ FCRA നിയമം അത് സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. പക്ഷേ LDFും UDFും കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ചില തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു. ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ അത് ഉപയോഗിച്ചേക്കാം എന്ന് കണ്ടതിനെ തുടർന്ന് കേരള ഘടകത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ലോക്സഭയിൽ നിന്ന് ആ ബില്ല് തൽക്കാലത്തേക്കാണ് എങ്കിൽ കൂടി പിൻവലിക്കുന്നത്. ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്ത ഒരു ബില്ല്, അത് മോദി സർക്കാർ ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്ത ഒരു ബില്ല് മാറ്റിവയ്പ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൽ നമ്മൾ വിശ്വസിക്കണമെന്നാണ് നമ്മൾ അവിടെ നിന്ന് ഈ ന്യൂനപക്ഷ സമുദായാംഗങ്ങൾക്കിടയിൽ പോലും നടത്തിയ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറിനെ വോട്ടർമാർ വിശ്വസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കഴിവിലും അദ്ദേഹത്തിൻ്റെ പവറിലും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി അധികാര സ്ഥാനങ്ങളിൽ നിന്നും വേണ്ടത് നേടിയെടുക്കാൻ കഴിവുള്ള ഒരു ജനപ്രതിനിധിയായി അദ്ദേഹത്തെ ഇത് പ്രതിഷ്ഠിക്കാൻ തീർച്ചയായിട്ടും അത് ഇത്തരം കാര്യങ്ങൾ ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ സർവേ ഫലത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി എന്തായാലും ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം, ഒരുപക്ഷെ ശബരിമല വിഷയം, അതോടൊപ്പം തന്നെ വികസന രാഹിത്യം, ഇതെല്ലാം തന്നെ ഈ ശിവൻകുട്ടിക്ക് തിരിച്ചടിയായി മാറും എന്നാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത് അല്ലേ? തീർച്ചയായും രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നിയമത്തിൽ നടത്താൻ പോകുന്ന പെർഫോമൻസിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് കൂടി പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാം. അതായത് വിഴിഞ്ഞത്ത് നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹം എങ്ങനെയാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നതെന്നാണ്.
അദ്ദേഹം ആ വിഴിഞ്ഞത്തുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ടീമിനെ ഉൾപ്പെടെ കൊണ്ടുപോവുകയും എവിടേക്കാണ് പ്രോബ്ലം, എവിടെയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ സഹായത്തോടു കൂടി ആ കടൽ കയറുന്നതും ഒക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിന് ഉടനടി പരിഹാരം കണ്ടെത്തി കൊടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ FCRIയുടെ കാര്യം പറഞ്ഞപ്പോൾ അതുകൂടി പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അങ്ങനെ എവിടെയാണ് പ്രശ്നം, ആൾക്കാർക്ക് എന്താണ് ബുദ്ധിമുട്ട്, എന്താണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് സിറ്റുവേഷൻ, അത് മനസ്സിലാക്കി അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കി അതിനെ പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ടാലൻ്റ് അദ്ദേഹത്തിനുണ്ട്. അത് തന്നെയാണ് നിയമത്തിലുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിന് മേലിലുള്ള ഒരു വിശ്വാസം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ശിവൻകുട്ടിയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ പഴയതുപോലെയല്ല, രോഗാവസ്ഥയിലാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ കാര്യങ്ങളിലൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ചില ഷോ ഓഫ് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനാണ് വൃത്തിയാക്കലിൻ്റെ ഒക്കെ ചുമതല. അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു സമാന്തര വൃത്തിയാക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. ഇങ്ങനെ പല കാര്യങ്ങളും ഒരു തട്ടിക്കൂട്ട് പരിപാടികളാണ് നേമത്ത് കഴിഞ്ഞ 5 വർഷവും നടത്തിക്കൊണ്ടിരുന്നത്. ഈ തട്ടിക്കൂട്ട് പരിപാടി ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജനപിന്തുണ ഇത്രയേറെ താഴോട്ട് പോകാൻ. സാധാരണഗതിയിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ ഉണ്ടാകാം. പക്ഷേ ആ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറിനേക്കാൾ വലിയ രീതിയിൽ വലിയ മാർജിനിലാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെ ഒരു വോട്ടിംഗ് താഴോട്ട് പോകാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ റോഡ് ഷോ നടക്കുകയാണ്. തീർച്ചയായും അതൊരു BJPയുടെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ അദ്ദേഹം വരുന്നതിനെ കളിയാക്കിക്കൊണ്ടാണ് ഇന്ന് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദിക്ക് സ്വാഗതം, മോദിജിക്ക് സ്വാഗതം എന്നാണ് അദ്ദേഹം ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. വികസിത നിയമം കണ്ടുമടങ്ങൂ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കുന്ന പാതയ്ക്ക് ഇരുവശവും അദ്ദേഹം സ്ഥാപിച്ച പദ്ധതികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം അദ്ദേഹം ഇന്നൊരു വാർത്താമാധ്യമത്തിന് മുന്നിൽ ചെന്നിരുന്ന് അദ്ദേഹം പറഞ്ഞത് ഒട്ടും നിലവാരമില്ലാത്ത ഒരു കാര്യമാണ്. PM ശ്രീ പദ്ധതിയിൽ എന്തിനൊപ്പിട്ടു എന്ന ചോദ്യത്തിന് അത് നൈസായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പിട്ടത്. അതായത് ഒപ്പിടുക, പൈസ വാങ്ങിയെടുക്കുക, പിന്നീട് ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കുക എന്നാണ് ഒരു സംസ്ഥാന സർക്കാർ ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ഒരു മന്ത്രിയാണ് പറയുന്നത്. ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പറ്റിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. 2000 കോടി രൂപ അങ്ങനെ അടിച്ചെടുക്കാൻ ശ്രമിച്ചത് നടന്നില്ല എന്നാണ് ഇന്ന് വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ട ആ ഒരു പ്രഥമ ദൃഷ്ടിയാ കാണുന്ന ഒരു നിലവാരമുണ്ടല്ലോ, അതൊന്നും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ കണ്ടില്ല. സത്യത്തിൽ അതിനുശേഷമാണ് ഇതിനെ ട്രോളും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ഈ 2000 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും പറ്റിച്ച് അടിച്ചെടുക്കാൻ ശ്രമിച്ച ഈ വിദ്യാഭ്യാസ മന്ത്രിയെ ഒന്ന് കാണാനും ഈ കേന്ദ്രം ഭരിക്കുന്നത് മണ്ടന്മാരല്ല എന്ന് അറിയിക്കാനും കൂടിയാണ് നരേന്ദ്രമോദി വരുന്നത് എന്ന് അതിന് ചുട്ട മറുപടി കിട്ടുകയും ചെയ്തു. എന്തായാലും ക്യാമ്പയിനിങ് വളരെ വളരെ മികച്ച രീതിയിൽ തന്നെ നടക്കുകയാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർവേയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു പ്രചരണം അത് ഇപ്പോഴും ശക്തമാണ് എന്നാണ്. സാധാരണ രീതിയിൽ അത്തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുക പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിലായിരിക്കും. പക്ഷേ ആദ്യഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ഒരു ഹൈ പവർ പ്രചരണം വഴിമാറുകയാണ്. പക്ഷേ BJP ഹൈ പവർ പ്രചരണം നിലനിർത്തുന്നു, അത് ശിവൻകുട്ടിയെ നിലനിർത്തുന്നു. പക്ഷേ അതിനൊപ്പം വളരെ അടിസ്ഥാന തലത്തിൽ ഈ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. കാരണം ഉറപ്പായും കിട്ടും എന്ന ചില മണ്ഡലങ്ങൾ, അത് 5 മണ്ഡലങ്ങളിൽ BJP പ്രതീക്ഷ അർപ്പിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മണ്ഡലങ്ങളൊന്നും തന്നെ കൈവിട്ടു പോകാതിരിക്കാൻ RSSൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, അത് നേമത്തും നടക്കുന്നുണ്ട്. RSS സജീവമായി തന്നെ നേമം മണ്ഡലത്തിൽ വളരെ ഗ്രാസ് റൂട്ടിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് ശതമാനം ഉയരാൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള വോട്ടിംഗ് ശതമാനത്തിലേക്ക് പോകാൻ തീർച്ചയായിട്ടും അത് പ്രേരിപ്പിക്കുന്നുണ്ട്. അതിനൊരു കാരണമാണ്. എന്തായാലും ഈ ലോക്സഭയിൽ നേടിയ 20,000-ന് മുകളിലുള്ള ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖർ ഈ അസംബ്ലി മണ്ഡലത്തിൽ നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നു. വലിയ പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നത് LDFൻ്റെ വെറും സ്ഥാനാർത്ഥി മാത്രമല്ല, സംസ്ഥാനത്തെ ഒരു മന്ത്രി കൂടിയാണ്. മന്ത്രിമാർ തോൽക്കുമ്പോൾ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ എന്നത് വളരെ വ്യക്തമായി നിഴലിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് അതിനെ വിലയിരുത്താൻ കഴിയും. പിന്നെ ശിവൻകുട്ടിയുടെ ഒരു വിഡ്ഢിത്തരങ്ങളുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ചർച്ച ഈ 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്നും കൊണ്ട് അവസാനിക്കും. ഇന്ന് മുഴുവൻ നമ്മളിരുന്ന് ചർച്ച ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിന് ഭരണഘടനയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവുമില്ല. ഇങ്ങനെ പറ്റിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അനന്തരഫലം? കേന്ദ്രത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് അവരേറ്റെടുത്തതിന് ശേഷം അങ്ങനെ സംസ്ഥാനം സർക്കാർ തന്നെ മൂട്ടിൽ പോകുന്ന തരത്തിൽ കാര്യങ്ങൾ വഴുതി മാറുന്നതിനെക്കുറിച്ചൊന്നും
കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ധാരണയില്ല. പിന്നെ ചുറ്റും നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം മൈക്കിൽ കൂടി വന്ന് പറയുന്നു എന്നതിനുപരി അദ്ദേഹത്തിന് ഇതിനെ പറ്റിയിട്ട് കാര്യമായ രീതിയിലൊരു വിവരവുമില്ല എന്നുള്ളതാണ്. പിന്നെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഇപ്പോൾ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷേ അതിൻ്റേതായ ക്രൈറ്റീരിയകളുണ്ട്. ഇവിടെ നമ്മൾ പല കാര്യങ്ങളും അവർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഫണ്ട് വളരെ കൃത്യമായിട്ട് അതത് മണ്ഡലങ്ങളിൽ ലഭിക്കുകയുള്ളൂ എന്നൊരു പ്രാഥമികമായ അറിവ്. ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന എന്തുകൊണ്ടാണ് കേരളത്തിൽ കിട്ടാതെ പോയത്? പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട ലോഗോ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തർക്കമാണ്. എന്തിനാണ് അത്തരത്തിലുള്ളൊരു മുട്ടാപ്പോക്ക് തർക്കമൊക്കെ? എല്ലാ ഫണ്ടും ഒരു പേര് മാറ്റിക്കൊണ്ട് പിണറായി വിജയൻ്റെ കാരണഭൂതൻ്റെ പേരിലാക്കിക്കൊണ്ട് അത്തരം ഒരു ക്യാമ്പയിനിങ് നടത്തുക. അങ്ങനൊരു ക്യാമ്പയിനിൽ കൂടി ഈ എന്താ പറയുക, എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളിലൊന്നും ഒപ്പിടാത്തത്. അങ്ങനെ ആ ഫണ്ടുകളെല്ലാം ലാപ്സായിപ്പോയി. എന്താണ് ഫലത്തിൽ സംഭവിക്കുന്നത്? കേരളത്തിലെ ജനതയ്ക്ക് സുഖകരമായി ജീവിക്കുവാൻ പറ്റേണ്ട സാഹചര്യം ഒരുക്കുവാൻ സംസ്ഥാന സർക്കാർ കഴിയാതെ പോകും. ഇനി കേരളത്തിൽ വല്ല എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാൻ ഇവർ ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ആൾക്കാരെ ഇവർ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ ആത്മഹത്യക്ക് കാരണക്കാരിയായ ഒരാൾക്ക് ഇപ്പോൾ സീറ്റും കൊടുത്തിട്ടുണ്ട് കണ്ണൂരിൽ. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഭരണപക്ഷം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ രീതിയിൽ താഴോട്ട് പോയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറുപക്ഷത്ത് കെ ശബരിനാഥിൻ്റെ കാര്യമെടുത്താൽ, ശബരിനാഥിനെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ജനം ഒരു ജനപ്രതിനിധിയായി കണ്ടിട്ടേയില്ല. ആ ഒരു മൂഡിലേക്ക് കെ ശബരിനാഥ് ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനപ്പുറം ഒരു വലിയ ജനപ്രതിനിധിയായിട്ട് കെ ശബരിനാഥിനെ കാണുവാൻ പോലും ജനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പരാജയം. ഇത് എല്ലാവരുടെയും ഇത്തരത്തിൽ രണ്ട് മുന്നണികളുടെയും വോട്ടുകൾ നേരെ BJP സമാഹരിക്കുകയാണ്. ഇവർ ക്രോസ് വോട്ടിംഗ് അല്ല, ഇവരുടെ വോട്ടുകൾ BJP ഒന്നാകെ വിഴുങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിൽ കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നു ഇരു മുന്നണികളും. എന്തായാലും ഒരു സമയത്ത് സ്വന്തം മണ്ഡലത്തിൻ്റെ MLA ആയിരുന്ന ശബരിനാഥൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ തരം താഴ്ത്തി എന്ന ഒരു അഭിപ്രായമാണ് വോട്ടർമാരുടെ ഇടയിലുണ്ടായത്. ഒരു പക്ഷേ അതായിരിക്കാം അദ്ദേഹത്തിന് ഒരു പരിധിക്കപ്പുറം നിയമമണ്ഡലത്തിൽ ശ്രദ്ധയാകർഷിക്കാൻ കഴിയാതെ പോയത്. എന്തായാലും നമ്മുടെ സർവേകൾ മറ്റു പല മണ്ഡലങ്ങളിലും നടന്നിട്ടുണ്ട്. കൂടുതൽ സർവേ ഫലങ്ങളുമായി വരും ദിവസങ്ങളിൽ വരാം. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.